വേൾഡ് ക്ലാസിക്സിലെ മൊഡ്യൂൾ 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1-നകത്ത് ലിറ്റററി ക്ലാസിക്സ്, ഗ്രീക്ക് ആൻഡ് റോമൻ, ഇറ്റാലിയൻ, സാൻസ്ക്രിറ്റ്, പിന്നെ ജർമ്മൻ, റഷ്യൻ, ബ്രിട്ടീഷ്, ഇത്രയും ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസിക് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേം ആണ്, മീനിങ് ബിലോങ്ങിങ് ടു ദ ഹയസ്റ്റ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്നാണ്. സോ ദ ടൈം, അപ്പോൾ ഓരോ കൺട്രിക്കും കൾച്ചറിനും ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഗ്രീക്കുകാർക്ക് ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത് 500 to 320 BC ആണ്. റോമുകാർക്ക് 70 BCE to 18 CE ആണ്. ഇപ്പോൾ ഫ്രഞ്ച് ലിറ്ററേച്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ 17th സെഞ്ചുറിയിലാണ്. വെസ്റ്റേൺ നോവൽസിൻ്റെ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുന്നത് 19th സെഞ്ചുറിയാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ക്ലാസിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ 1660 to 1784 ആണ്. സോ ക്ലാസിസിസം എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലിറ്റററി ഡോക്ട്രിനാണ്. അതായത് സ്റ്റോറി ടെല്ലർ കുറച്ച് റൂൾസും മോഡൽസും കൺവെൻഷൻസും ഫോളോ ചെയ്യണം, ഒബ്സർവ് ചെയ്തേ പറ്റൂ. അല്ലാതെ റാൻഡം ആയിട്ടുള്ള ഇവൻറ്റ്സ് കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എഴുതരുത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മൾ എപ്പിക് എന്ന് വെച്ചാൽ എന്താണ്. എപ്പിക് എന്ന് പറയുന്നത് ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. എപ്പിക് എന്ന് പറയുന്നത് ഒരു ലോങ് നെറേറ്റീവ് ആണ്. അതിനെയാണ് നമ്മളൊരു ഫോർമൽ ആൻഡ് എലിവേറ്റഡ് സ്റ്റൈലായിരിക്കും എപ്പിക് എഴുതുന്നത്. 2 എപ്പിക്സ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഹോമർ എഴുതിയ ഇല്യാഡും ഒഡിസിയും അവരാണ്. ആ 2 ബുക്സാണ് നമ്മൾ ഏർലിയസ്റ്റ് നോൺ സർവൈവിങ് എപ്പിക് എന്ന് പറയുന്നത്. ട്രോജൻ വാറിനെ കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ മാത്തിനെ കുറിച്ചും പറഞ്ഞു പോകുന്നേക്കുന്ന വർക്ക്സ് ആണിത്. അഡ്വഞ്ചേഴ്സ്, വാല്യൂസ്, പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ആൻഡ് ഒഡിസി എന്ന് പറയുന്നത് ഇല്യാഡിനകത്ത് ട്രോജൻ വാറും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും, ഒഡിസി എന്നുള്ള ബുക്കിനകത്ത് അല്ലെങ്കിൽ എപ്പിക്കിനകത്ത് പറഞ്ഞേക്കുന്നത് ഒഡീസിയസിന്റെ അഡ്വഞ്ചേഴ്സ് ആണ്. അദ്ദേഹം തിരിച്ച് ട്രോയിലോട്ട് റിട്ടേൺ ചെയ്യുന്നതിന്റെ അഡ്വഞ്ചേഴ്സ് ആണ് പറഞ്ഞു പോയേക്കുന്നത്. ഹോമർ ഒരു അമേസിംഗ് സ്റ്റോറി ടെല്ലർ ആണ്. ഇനി ഓവിഡ് എന്ന് പറയുന്ന ഓവിഡിന്റെ ദ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള വർക്കും എന്താണ്, ഒരു ക്ലാസിക് എപ്പിക്കാണ്. അത് ലാറ്റിൻ വർക്കാണ്. ഡാക്റ്റിലിക് ഹെക്സമീറ്റേഴ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ബാറ്റിലും വോറും എന്താ പറയുക അതൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് സ്റ്റോറീസും എന്താ പറയുക ക്രിയേഷൻ ഓഫ് ദ യൂണിവേഴ്സ്, പിന്നെ ഇതൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അടുത്ത പോയട്രിയാണ്. പോയട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീസിൽ നിന്നാണ്, ശരിക്കും പറഞ്ഞ ഏൻഷ്യൻ റോമൻ ഗ്രീസിൽ നിന്നാണ് പോയട്രിയുടെ റിച്ച് ഡൈവേഴ്സ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സർവൈവ് ചെയ്തിട്ടുള്ളത് ഏൻഷ്യൻ ഗ്രീസ് ആൻഡ് റോമിൽ നിന്നാണ്. ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഡൈഡാക്റ്റിക് പോയട്രിയാണ്. ഡൈഡാക്റ്റിക് പോയട്രി എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് പോയട്രി, എ പോയട്രി ദാറ്റ് ടീച്ചസ്. അതർ ദാൻ ഹോമർ, ഹെസോയിഡ് എന്ന് പറഞ്ഞൊരാളും എപ്പിക് പോയിട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെസോയിഡിന്റെ തിയോജനി എന്നുള്ള വർക്കുണ്ട്. അത് ബേർത്തിനെ കുറിച്ചും ക്രിയേഷൻ ആൻഡ് ബേർത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, കമന്ററിയാണ്. ലിറിക് കാറ്റഗറിയാണ്. അടുത്ത പോയട്രിയിൽ വരുന്ന ഡിവിഷൻസ് ആണ്. ലിറിക് എന്ന് പറയുന്നതാണ്. ലിറിക് പോയട്രി എന്ന് പറയുന്നത് മെലഡിയുടെ അക്കമ്പനിമെന്റോട് കൂടി പാടുന്നതാണ് ലിറിക് പോയട്രി. അതിനൊരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്. ലിറിക് പോയട്രി ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് 7th സെഞ്ചുറി BCയിലാണ്. ആൻഡ് അടുത്തത് കോറൽ ലിറിക്സ് എന്ന് പറയുന്നത് പബ്ലിക് സെലിബ്രേഷന്റെ ഭാഗമായിട്ടോ റിച്വൽസിന്റെ ഭാഗമായിട്ടോ പെർഫോം ചെയ്യുന്ന പിന്നെ പോംപിനെയാണ് അല്ലെങ്കിൽ സോങ്ങിനെയാണ് നമ്മൾ കോറൽ ലിറിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോറൽ ലിറിക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ഡയനീഷ്യസ് ഫെസ്റ്റിവലിലാണ്. ഡയനീഷ്യസ് എന്ന് വെച്ചാൽ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഗോഡിന്റെ ഫെസ്റ്റിവലിലാണ് നമ്മൾ കോറൽ ലിറിക്സ് യൂസ് ചെയ്യുന്നത്. ആൻഡർ ഇമ്പോർട്ടൻറ്റ് ജോണർ ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ എലിജിയക് ആണ്. എലിജിയക് അല്ലെങ്കിൽ എലിജിയക് പോയട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്യൂണറൽ ലമെന്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലമെന്റേഷൻ സോങ് എന്ന് പറയാം. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോൾ ഒക്കെ അവരെ അഡ്രസ്സ് ചെയ്ത് എഴുതുന്നതോ അതാണ് നമ്മൾ എലിജി എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് പോയറ്റിക് ജോണർ എന്ന് പറയുന്നത് എപ്പിഗ്രാം ആണ്. എപ്പിഗ്രാം എന്ന് പറയുമ്പോൾ വളരെ എന്താണ്, ഒരു കൈൻഡ് ഓഫ് 2 ലൈനർ പോംസിനെയാണ് നമ്മൾ എപ്പിഗ്രാം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ചിട്ട് ആളുകൾ അവരുടെ ടൂം സ്റ്റോണിൽ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ആയിട്ട് എഴുതുന്നതാണ് എപ്പിഗ്രാംസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സറ്റയർ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പോയറ്റിക് ജേണർ ആണ്. സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ടു എപ്പിഗ്രാംസ് ആണ്. എല്ലാ സറ്ററിക്കൽ പോയംസിനും ഒരു ഫണ്ടമെന്റൽ എലിമെന്റ് ഉണ്ട്. ആരെങ്കിലും അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് പോയം ആയിരിക്കും ഇത്. ആരെങ്കിലും ബ്രൂട്ടലി അല്ലെങ്കിൽ അവരുടെ ഹിപ്പോക്രസി അല്ലെങ്കിൽ പ്രിട്ടൻഷനെ ബ്രൂട്ടലായിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പിക് പോംസ് അല്ല സറ്ററിക്കൽ പോംസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അടുത്തത് വേഴ്സ് അല്ലെങ്കിൽ എപ്പിസിൽ. അത് റോമൻ ഇൻവെൻഷനാണ്. വേഴ്സ് പോംസ് അല്ലെങ്കിൽ എപ്പിസിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രാമ.
കോമഡിയും ട്രാജഡിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ട് ഫോംസ്. അത് ഗ്രീക്കുകാരാണ് ഇൻവെൻറ്റ് ചെയ്തത്. പിന്നെന്താണ് ട്രാജഡി എന്ന് പറയുന്നത്? ഇറ്റ് വാസ് എൻ ആർട്ട് ഫോം ആയിരുന്നു. അതായത് എപ്പിക് ഗ്രേറ്റ് ഹീറോസിൻ്റെ സ്റ്റോറീസ് അത് മ്യൂസിക്കും ഡാൻസോട് കൂടി അവതരിപ്പിക്കുക. പിന്നെ ഈസ്കിലസ് ആണ് പിന്നെ ട്രാജഡിയൻ എന്ന് പറയുന്നത്. 79 and 90 ട്രാജഡീസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു ഹ്യൂമൻ നേച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ടെറിബിൾ സഫറിങ് അതാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. പിന്നെ സോഫോക്ലിസ് ആണ് അനദർ ട്രാജിക് ഡ്രമാറ്റിസ്റ്റ്. അടുത്തത് യൂറിപ്പിഡസ്. പിന്നെ അരിസ്റ്റോഫനസ് ആണ് കോമഡി റിവീൽ ചെയ്തിരിക്കുന്നത്. കോമഡി എന്ന് പറയുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ ആസ്പെക്ട് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ദ ഫ്രോഗ്സ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോസ് ആണ്. പ്രോസ് വരുമ്പോൾ ക്ലാസിക് ലിറ്ററേച്ചറിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പ്രോസ് നറേറ്റീവ് അൺടിൽ 1st century AD. ഓക്കെ, ഇപ്പോൾ പ്രോസ് വരുവാണെന്നുണ്ടെങ്കിൽ ഗ്രീക്കുകാർ റൊമാൻസസ് ഒക്കെ ഇറക്കി, അതായത് ലവ് അഡ്വെഞ്ചർ, അതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയാം. ടിപ്പിക്കൽ ഒരു ലവ് സ്റ്റോറി പോലെയായിരിക്കും. ഒരു ബോയ് ആൻഡ് ഗേൾ കാണും, അവർ ദേ ഫെൽ ഇൻ ലവ് ആൻഡ് പിന്നെ അവർ സെപ്പറേറ്റഡ് ആവുന്നു. പിന്നെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്നു, ഇംപ്രിസൺമെൻറ്റും ഒക്കെ കാണും. പക്ഷേ ഫൈനലി എന്താണ്, അവർ ഹാപ്പി എൻഡിങ്. അതാണ് പ്രോസ് വർക്കിനകത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്ന തീംസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഗ്രീക്ക് ആൻഡ് റോമൻ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഹോമർ ആണ്. ഹോമർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ദ ഇലിയഡ് ആൻഡ് ദി ഒഡിസി എഴുതിയ ആളാണ്. അദ്ദേഹം അതായത് എപ്പിക്സ് ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഹോമർ. പിന്നെ ഇലിയാഡ് എന്താണ്, ഒഡിസി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത വിർജിലാണ്. വിർജിൽ എന്ന് പറയുന്ന നോർത്തേൺ ഇറ്റലിയിലാണ് അദ്ദേഹം ജനിച്ചത്. ആൻഡ് വിർജിലിൻ്റെ പോയട്രി എന്ന് പറയുന്നത് എന്താണ്, ഈ സഫറിങ്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഹെക്സാമീറ്റേഴ്സിലാണ് അദ്ദേഹം പോയട്രി എഴുതിയിരിക്കുന്നത്. ആ മീറ്റർ ഹെക്സാമീറ്റർ ആണ്. 10 ഷോർട്ട് പോംസ് ആയിരുന്നു അദ്ദേഹം ആദ്യം എഴുതിയിരുന്നത്. അതിനെ വിളിക്കുന്ന പേര് എക്ലോഗ്സ് എന്നായിരുന്നു. അതായത് പാസ്റ്ററൽ പോയട്രി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോയട്രി ആദ്യം എഴുതിയ 10 ഷോർട്ട് പോംസിനെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് എക്ലോഗ്സ്, ECLOGUES. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനലി അദ്ദേഹം ഒരു എപ്പിക്കുമായിട്ട് വന്നു. അതാണ് ഈനീഡ് എന്ന് പറയുന്നത്, AENEID. അത് അൺഫിനിഷ്ഡ് ആണ്. ഈസ്കിലസ് ആണ് അടുത്ത ഫസ്റ്റ് ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ട്രാജഡി എന്നാണ് പറയുന്നത്. ട്രാജഡി ഹൈറ്റ്സിൽ കൊണ്ടുവന്നത് ഈസ്കിലസ് ആണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് പ്രോമിത്യൂസ് ബൗണ്ട് ഉണ്ട്, 7 അഗെയിൻസ്റ്റ് തീബ്സ് ഉണ്ട്, ഒറസ്റ്റിയ ഉണ്ട്. അടുത്ത സോഫോക്ലിസ്. അദ്ദേഹവും എന്താണ് ട്രാജഡി എഴുതുന്ന ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്. ആൻഡ് പിന്നെ അദ്ദേഹം അതായത് ഈസ്കിലസിൻ്റെ കൂടെയും യൂറിപ്പിഡസിൻ്റെ കൂടെയും സോഫോക്ലിസിനെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഈഡിപ്പസ് ദ കിങ് ആണ്. ഓക്കെ, അടുത്തത് യൂറിപ്പിഡസ് ആണ്. യൂറിപ്പിഡസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഈഥൻസിലെ 3 ഗ്രേറ്റ് ട്രാജിക് ഡ്രമാറ്റിസ്റ്റുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളാണ് യൂറിപ്പിഡസ് എന്ന് പറയുന്നതും. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് ഭയങ്കര, അതായത് നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഫോർ എക്സാമ്പിൾ മെഡിയ, ഹിപ്പോലിറ്റസ് ഉണ്ട്, പിന്നെ ആൻഡ്രോമാഷ്യ ഉണ്ട്, ട്രോജൻ വിമൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്ലേസിലുള്ള ഹീറോയിൻസ് എന്ന് പറയുന്നത് വളരെ ഫിയേഴ്സ് ആയിരിക്കും, അഡൾട്രസ് ആയിട്ടുള്ള വിമൻ ആയിരിക്കും, ട്രച്ചറസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് അരിസ്റ്റോഫനസ് ആണ്. അരിസ്റ്റോഫനസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കോമഡി ഡ്രമാറ്റിസ്റ്റ് ആണ് അദ്ദേഹം. പിന്നെന്താണ് 40 പ്ലേസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലേസ് ഒക്കെ അല്ലെങ്കിൽ വർക്ക്സ് ഒക്കെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിറ്റി ഡയലോഗ്സ് ആണ്, നല്ല ഹ്യൂമറസ് ആയിട്ടാണ് എഴുതുന്നത്. പാരഡിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രോഗ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. പിന്നെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ബാബിലോണിയൻസ് വരുന്നുണ്ട്, പിന്നെ ക്ലൗഡ്സ്. നെക്സ്റ്റ് വരുന്നത് നിക്കോസ് കസാൻസാക്കിസ് ആണ്. നിക്കോസ് കസാൻസാക്കിസ് ഒരു ഗ്രീൻ റൈറ്റർ ആണ്. പിന്നെ ട്രാവൽ ബുക്സും ഫിലോസഫിക്കൽ എസേസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിക് എന്ന് പറയുന്ന ഒഡീസ എന്നാണ്. ഹോമറിക് എപ്പിക്കിൻ്റെ ഒരു സീക്വലായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ സോർബ ദ ഗ്രീക്ക് എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് നിക്കോസ് കസാൻസിക്കാസ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്ന് പറയുന്നത് റിപ്പോർട്ട് ടു ഗ്രേക്കോ എന്നാണ്, GRECO. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ മൂവീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. സോർബ ദ ഗ്രീക്ക് എന്നുള്ള വർക്കൊക്കെ, അതുപോലെ തന്നെ ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വർക്കൊക്കെ മൂവീസ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് 1988 മൂവി ആക്കിയിട്ടുള്ളത്. അടുത്തത് ഇറ്റാലിയൻ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആണ്. ഡാൻറ്റെ വരുന്നുണ്ട്. ഡാൻറ്റെ അലിഗറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇറ്റാലിയൻ പോയറ്റ് ആണ്. ഫാദർ ഓഫ് ഇറ്റാലിയൻ ലാംഗ്വേജ് എന്നും ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ദ ഡിവൈൻ കോമഡി, മറന്നു പോകരുത്. പിന്നെ മോറൽ ഫിലോസഫിയെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം ഒരു തിയറിസ്റ്റ് ആണ്, പൊളിറ്റിക്കൽ തിങ്കറാണ്. ക്ലാസിക്കൽ ട്രഡീഷനെ കുറിച്ച് നല്ല രീതിയിൽ നോളജ് ഉണ്ട്, ഫിലോസഫിയെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും ഒക്കെ. ഡാൻറ്റസ് ഡിവൈൻ കോമഡിയാണ് ഒരു ലാൻഡ്മാർക്ക് ലിറ്റററി വർക്ക് എന്ന് നമുക്ക് പറയാം. ഇറ്റാലിയൻ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിഷനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, പിന്നെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് നമുക്ക്
പിന്നെ ഡിവൈൻ കോമഡി അല്ലാതുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ഫ്ലവർ ഉണ്ട്, ദ ടെയിൽ ഓഫ് ലവ് ഉണ്ട്, ദ ന്യൂ ലൈഫ്, ഇതൊക്കെയാണ്. അടുത്ത ബൊക്കേഷ്യോ ആണ്. ബൊക്കേഷ്യോ ഒരു ഇറ്റാലിയൻ പോയറ്റ് ആൻഡ് സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ദ ഡെക്കാമെറോൺ. അത് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ആൻഡ് ചോസറിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത വർക്കാണ് ഡെക്കാമെറോൺ. ഓക്കെ. പിന്നെ വേർനാക്കുലർ ലിറ്ററേച്ചറിനെയൊക്കെ എലിവേറ്റ് ചെയ്തൊരു റൈറ്ററാണ് അദ്ദേഹം. ഓക്കെ. ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസോ ആണ്. ടാസോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇറ്റാലിയൻ പോയറ്റ്സിൽ വരുന്ന ഒരാളാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയം എന്ന് പറയുന്നത് ജെറുസലേം ലിബറേറ്റഡ്. അത് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ക്രൂസൈഡ്, ജെറുസലേമിലുള്ള ക്യാപ്ചർ, അതിനെക്കുറിച്ചൊക്കെയാണ്, അതായത് ജീസസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു അൺഫിനിഷ്ഡ് ട്രാജഡി ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് റൈം എന്നാണ്, RIME. അപ്പോൾ ടാസോയ്ക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ വളരെ കുറച്ച് നാളെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അടുത്തത് അരിയോസ്റ്റോ ആണ്. അരിയോസ്റ്റോ ഒരു ഇറ്റാലിയൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ എപ്പിക്കിൻ്റെ പേര് ഒർലാൻഡോ ഫ്യൂരിയോസോ എന്നാണ്. ഒരു റൊമാൻറ്റിക് എപ്പിക്കാണ് കേട്ടോ. ഒറ്റാവ റിമയിലാണ് അത് എഴുതിയിരിക്കുന്നത്, റൈമിംഗ് സ്കീമിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹമാണ് നറേറ്റീവ് കമൻട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ത്രൂ ഔട്ട് ഹിസ് വർക്ക്. ദെൻ മാക്കിയവെല്ലിയാണ്. മാക്കിയവെല്ലി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ ഡിപ്ലോമാറ്റ്, ഫിലോസഫർ ആൻഡ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സയൻസ് എന്നും പൊളിറ്റിക്കൽ ഫിലോസഫി എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ട്രീറ്റൈസ് ആണ് ദ പ്രിൻസ്. പിന്നെ അടുത്ത അദ്ദേഹം പോയട്രിയും കോമഡീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് അദ്ദേഹത്തിൻ്റെ നെയിം എന്ന് പറയുന്നത് ഈ നമ്മൾ ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര കുരുട്ട് ബുദ്ധിയോടുകൂടി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യത്തില്ല, അപ്പോൾ അതിന് പറയുമ്പോൾ നമ്മൾ മാക്കിയവില്ലൻ എന്നാണ് നമ്മൾ പറയുന്നത്. മാക്കിയവില്ലൻ ഹീറോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഭയങ്കര അൺസ്ക്രൂപ്പുലസ് ആയിട്ടുള്ള ആക്റ്റൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചാണ് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് ക്ലാസിക്കൽ റൈറ്റേഴ്സാണ്. ഫസ്റ്റ് വരുന്നത് വ്യാസ ആണ്. പിന്നെ വ്യാസ അല്ലെങ്കിൽ വേദവ്യാസ, അദ്ദേഹം 1000 BC ജീവിച്ചിരുന്നതെന്നാണ് അറിയപ്പെടുന്നത്. മഹാഭാരതത്തിൻ്റെ ഓഥറാണ്. 4 വേദാസിനെ കമ്പൈൽ ചെയ്ത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ 18 പുരാണാസും ബ്രഹ്മസൂത്രാസും ഒക്കെ എഴുതിയത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. പിന്നെന്താണ്, ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദയാണ് 4 വേദാസ്. പിന്നെ ഈ വേദാസൊക്കെ ആദ്യമേ ഓറൽ ട്രഡീഷനോട് എഴുതി പാസ് ചെയ്തിരുന്നത്. പിന്നീട് ഇദ്ദേഹമാണ് കമ്പൈൽ ചെയ്ത് റിട്ടൺ ഫോമിലാക്കിയത്. പിന്നെ മഹാഭാരതത്തിൽ ഏകദേശം 1 lakh വേഴ്സസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് എപ്പിക് പോം എന്നാണ് പറയുന്നത്. വാൽമീകി എന്ന് പറയുന്നത് മഹർഷി വാൽമീകിയാണ്. രാമായണ എപ്പിക് എഴുതിയ ആളാണ്. പിന്നെന്താണ്, ആദികവി എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ഹിന്ദു ശ്ലോകങ്ങളൊക്കെ വാൽമീകിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണയ്ക്ക് 24,000 വരികളാണ് ഉള്ളത്. നെക്സ്റ്റ് കാളിദാസയാണ്. കാളിദാസ 400 AD ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പിന്നെന്താണ്, സാൻസ്ക്രിറ്റ് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. എപ്പിക്സിനെയും പുരാണാസിനെയും ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെന്താണ്, കുമാരസംഭവ എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം ഹിമാലയാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മേഘദൂത എന്നുള്ള വർക്കിനകത്ത് അദ്ദേഹം ലവ് ഫോർ ഉജ്ജയിൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളമാണ് മച്ച് അക്ലെയിംഡ് വർക്ക്, നമുക്ക് പഠിക്കാനുള്ളതാണ്. അടുത്തത് ശൂദ്രക എന്ന് പറയുന്നത് ഒരുപാടൊന്നും അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അറിയാനില്ല. അദ്ദേഹത്തിൻ്റെ സാൻസ്ക്രിറ്റ് പ്ലേ എന്ന് പറയുന്നത് മൃച്ഛകടിക എന്നാണ്. ഓക്കെ. അടുത്തത് ഭാസ ആണ്. ഭാസ ഓൾഡസ്റ്റ് ക്ലാസിക്കൽ പ്ലേ റൈറ്റ് ആണ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ. അദ്ദേഹത്തിനെ കുറിച്ചും വലിയ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പിന്നെ സ്വപ്ന വാസവദത്തം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ശ്രീഹർഷയാണ്. ശ്രീഹർഷ 12th century ഇന്ത്യൻ ഫിലോസഫർ ആൻഡ് പോയറ്റ് ആണ്. അദ്വൈത, വേദാന്ത, ന്യായ ആൻഡ് ഹിന്ദു ഫിലോസഫിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയതാണ്. അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്വൈത, വേദാന്ത, ന്യായ, ഹിന്ദു ഫിലോസഫിയൊക്കെ. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഈ ഒരു പണ്ഡിറ്റ് ആവാൻ വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ കൊടുത്തത്. പിന്നെ നൈഷധ ചരിത എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പോം കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നരഭാരതി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തത് ജയദേവയാണ്. സാൻസ്ക്രിറ്റ് പോയറ്റാണ്. 12th century അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോം ഗീതാ ഗോവിന്ദ. കൃഷ്ണൻ്റെ ലവ് ഫോർ രാധയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. ഭക്തി മൂവ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരുന്നു ഈ ഒരു ഗീതാ ഗോവിന്ദ. മ്യൂസിക്കൽ ടാലൻസ് ഉള്ള ഒരാളായിരുന്നു ഇദ്ദേഹം.
പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ക്ലാസിക്കൽ റൈറ്റേഴ്സാണ്. ആദ്യം വരുന്നത് ഗദയാണ്, GOETHE. അദ്ദേഹത്തിനാണ് ഒരു മോസ്റ്റ് എക്സലന്റ് ജർമ്മൻ ലിറ്റററി ഫിഗർ ഓഫ് ദി മോഡേൺ ഇറ എന്നറിയപ്പെടുന്നത്. മൾട്ടിഫേസഡ് ജീനിയസ് ആയിരുന്നു. പോയറ്റ്, നോവലിസ്റ്റ്, ഡ്രമാറ്റിസ്റ്റ്, പ്ലേ റൈറ്റ് ആയിരുന്നു. തിയേറ്റർ ഡയറക്ടറാണ്, ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഫോസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ വളരെ ലോങ് പോമാണത്. പിന്നെ ദ മെറ്റാമോർഫോസിസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് വർക്കാണ്. ഫോസ്റ്റ് 1, ഫോസ്റ്റ് 2 എന്നും പറഞ്ഞു അദ്ദേഹം വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ദ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത്. അടുത്ത ഹെർമൻ ഹെസെയാണ്. ജർമ്മൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റാണ്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1946. ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത് സിദ്ധാർത്ഥയുണ്ട്. ഫസ്റ്റ് നോവൽ പീറ്റർ കെവൻസിൻ്റെ എന്നാണ്. ദ ഗ്ലാസ് ബീഡ് ഗെയിം എന്ന് പറയുന്ന അനദർ വർക്കാണ്. സിദ്ധാർത്ഥ ഓർത്ത് വെച്ചാൽ മതി. ഹെർമൻ ഹെസെ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥയാണ് കൂടുതലും നിൽക്കുന്നത്. ഹെർമൻ്റെ ഹെസയുടെ ഗ്രാൻഡ് ഫാദറാണ് ഹെർമൻ ഗുണ്ടേർട്ട്. അതായത് നമ്മുടെ മലയാളത്തിലെ ഗ്രാമർ, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഒക്കെ കമ്പയർ ചെയ്തത് ഹെർമൻ ഗുണ്ടേർട്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് നോവൽ എന്ന് പറയുന്നത് ബിനീത് ദ വീൽ എന്നുള്ളതാണ്. മാസ്റ്റർ പീസ് വർക്കാണ് സിദ്ധാർത്ഥ. അത് നമ്മുടെ ബുദ്ധൻ്റെ ഫിലോസഫി ആയിട്ടൊക്കെ റിലേറ്റഡ് ആണ്. ദെൻ അടുത്തത് വരുന്നത് റഷ്യൻ ക്ലാസിക്കൽ റൈറ്റേഴ്സാണ്. ദസ്തയേവ്സ്കിയാണ് ആദ്യം വരുന്നത്. അച്ഛൻ ആർമി ഡോക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ. 1821 ദസ്തയേവ്സ്കി ജനിച്ചത്. ആൻഡ് ഹിസ് മദർ എന്ന് പറയുന്നത് വാസ് എ പാസീവ് കൈൻഡ് വുമൺ ആയിരുന്നു. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അച്ഛൻ വളരെ സ്റ്റേൺ ആയിരുന്നു, അമ്മ വളരെ പാവമായിരുന്നു, പാസീവ് ആയിരുന്നു, കൈൻഡ് ആൻഡ് ജനറസ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ടെമ്പറമെന്റ്സ് രണ്ടും നമുക്ക് ദസ്തയേവ്സ്കിയുടെ ക്യാരക്ടേഴ്സിനകത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ക്രൈം ആൻഡ് പണിഷ്മെന്റ് വരുന്നുണ്ട്. ദ ബ്രദേഴ്സ് കാരമസോവ് വരുന്നുണ്ട്. ബ്രദേഴ്സ് കാരമസോവ് ആണ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ മൂവി ആക്കിയിട്ടുള്ളത്. പിന്നെ ഇയോബിൻ്റെ പുസ്തകമൊക്കെ ഇതിനകത്തു നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ടോൾസ്റ്റോയുടെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അപ്പം ഇതിനകത്തൊക്കെ കുറച്ച് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ നോവൽസിനകത്ത് വരുന്നത്. പിന്നെ റഷ്യാസ് ഗ്രേറ്റസ്റ്റ് റൈറ്റർ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അടുത്ത ലിയോ ടോൾസ്റ്റോയി ആണ്. വോർ ആൻഡ് പീസ്, അന്ന കർനീനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് നോവൽസ് ഓഫ് ഓൾ ടൈം എന്നാണ് ഈ രണ്ടിനെ അറിയപ്പെടുന്നത്. വോർ ആൻഡ് പീസ് 6 വോളിയൂംസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടറിനെ കുറിച്ചും നെപ്പോളിയനെ കുറിച്ചും തിയറി ഹിസ്റ്ററി ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ അന്ന കർനീനിയും ഉണ്ട്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ. പിന്നെ ഗോർക്കി, അതായത് മാക്സിം ഗോർക്കി എന്ന് പറയും. അലക്സി മാക്സിമോവിച്ച് പേഷ്കോവ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. മാക്സിം ഗോർക്കി നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. റഷ്യൻ റൈറ്ററാണ്, സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ തിങ്കറാണ്. 5 ടൈംസ് നൊബേൽ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മദർ എന്നുള്ളതാണ് കേട്ടോ, നോവലാണ്. പിന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. 26 Men and a Girl ഉണ്ട്. നോട്ടഡ് പ്ലേ എന്ന് പറയുന്നത് ഫിലിസ്റ്റീൻസ് ഉണ്ട്. ചിൽഡ്രൻ ഓഫ് ദ സൺ ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോവൽ എന്ന് പറയുന്നത് മദറാണ്, മാക്സിം ഗോർക്കിയുടെ അമ്മ എന്നുള്ള ബുക്ക് കേട്ടോ. പിന്നെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഇസേവിച്ച് സോൾഷനിറ്റ്സൺ. അതൊരു റഷ്യൻ നോവലിസ്റ്റാണ്, ഹിസ്റ്റോറിയനാണ്. നൊബേൽ പ്രൈസ് ഓഫ് ലിറ്ററേച്ചർ 1970 കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വേൾഡ് വാർ 2 പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയാണ് കേട്ടോ, അതിനകത്ത് ടെക്സ്റ്റിനകത്തുള്ള മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ദ റെഡ് വീൽ ഉണ്ട്, 200 Years Together ഉണ്ട്. ബ്രിട്ടീഷ് ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്ന ആഫ്ര ബെൻ ആണ്. ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ഉണ്ട്, പ്രോസ് റൈറ്ററാണ്, ട്രാൻസ്ലേറ്ററാണ്. റെസ്റ്റോറേഷൻ പീരീഡിൻ്റെ സമയത്തായിരുന്നു ഇവരുണ്ടായിരുന്നത്. പിന്നെ ആസ്ട്രിയ എന്നുള്ള സ്യൂഡോണിമിലായിരുന്നു ആഫ്ര ബെൻ എഴുതിയിരുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഊറുങ്കോ ഓർ ദ റോയൽ സ്ലേവ് ആണ് ഇവരുടെ ബെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. സ്ലേവറി, റേസ് ആൻഡ് ജെൻഡറുമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത മേരി ഷെല്ലി ആണ്. മേരി ഷെല്ലി എന്ന് പറയുന്ന അവരുടെ ഫേമസ് വർക്ക് ഫ്രാങ്കൻസ്റ്റീൻ ആണ്, ഫസ്റ്റ് ട്രൂ സയൻസ് ഫിക്ഷൻ ഇംഗ്ലീഷ്. പിന്നെ വില്യം ഗോഡ്വിൻ്റെയും മേരി വൂൾസൺ ക്രാഫ്റ്റിൻ്റെയും മകളാണ് ഇവർ. ഹസ്ബൻഡ് എന്ന് പറയുന്നത് പേഴ്സി ബിഷി ഷെല്ലിയാണ് കേട്ടോ. പിന്നെ ആഫ്റ്റർ ഹസ്ബൻഡ്സ് ഡെത്ത് അവർ ഇംഗ്ലണ്ടിലോട്ട് തിരിച്ചു വരുന്നു. ഷെല്ലിയുടെ റൈറ്റിംഗ്സ് ഒക്കെ ഇവർ പബ്ലിഷ് ചെയ്യുവാണ്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ജെയിംസ് ജോയ്സ് ആണ്. ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത് ജെയിംസ് അഗസ്റ്റിൻ അലോഷ്യസ് ജോയ്സ് എന്നാണ്, ഐറിഷ് നോവലിസ്റ്റ് ആണ്. യുളീസസ്, ഫിനിഗൻസ് വേഗ്, യുളീസസും ഫിനിഗൻസ് വേഗുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്. യുളീസസ് 1922 പ്രിന്റ് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പോയട്രി ഒക്കെ എക്സ്പെരിമെന്റൽ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എപ്പിഫനി എന്ന് പറഞ്ഞൊരു ടേം ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സുമായിട്ട് റിലേറ്റഡ് ആണ്. എപ്പിഫനി എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നുള്ളൊരു തിരിച്ചറിയൽ എന്ന് പറയത്തില്ല, അതായത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ റീ അവേക്കനിങ്, അതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് മെന്റൽ കണ്ടീഷനാണ്. അപ്പോൾ ജെയിംസ് ജോയ്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് യുളീസസ് ഉണ്ട്, ഫിനിഗൻസ് വേക്ക് ഉണ്ട്.
എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് എസ് എ യങ് മാനിനകത്ത് എപ്പിഫനിയുടെ എപ്പിസോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നോവലാണ് ഫിന്നഗൻസ് വേക്ക് എന്ന് പറയുന്നത്. അത് 40 ലാംഗ്വേജസോളം വർക്ക് എന്താണ് അതിനകത്ത് ആ ഒരു വർക്കിന്, അതായത് ഒരു എക്സ്പെരിമെന്റൽ വർക്ക് ആയിരുന്നു. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓവർ 40 ലാംഗ്വേജസ്. പോപ്പുലർ ആൻഡ് മിസ്റ്റീരിയസ് റെഫറൻസസും ഈ ഒരു വർക്കിനകത്ത് ഉണ്ട്. അപ്പം ചോദിക്കാവുന്നതെന്ന് വെച്ചാൽ ആസ്ട്രിയ ആരുടെ സ്യൂഡോണിമാണ്, പിന്നെ ഡിവൈൻ കോമഡി ആരുടെ വർക്കാണെന്ന് ചോദിക്കും, സറ്റയർ എന്താണ്, വിർജിലിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്, ഹോമറിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്, കോറൽ ലിറിക്സ് എന്തൊക്കെയാണ്, പിന്നെ എപ്പിഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാക്കിയവില്ലൻ എന്ന് വെച്ചാൽ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിക്കോണം. ആദി കവി എന്നറിയപ്പെടുന്ന ആരെയാണ്, വാൽമീകിയാണ്, മറന്നു പോകരുത്. എപ്പിഫനി എന്ന് വെച്ചാൽ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു നിർത്തിയ എപ്പിഫനി എന്താണെന്ന്. ടോൾസ്റ്റോയെ കുറിച്ച് നോട്ടുണ്ട്, നോട്ട് എഴുതാൻ ചോദിക്കും. ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ ട്രാജഡിയൻസ് ആരൊക്കെയാണ്, ഈസ്കിലസ്, സോഫോക്ലസ്, യൂറിപ്പിഡസിനെ കുറിച്ച് ചോദിക്കും. അപ്പം ഡിഫറെൻറ്റ് ജാണേഴ്സ് ഇൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്നുള്ള ഒറ്റ ക്വസ്റ്റനായിട്ട് ഇതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും.